ഈ സുഹൃത്തുക്കളെ, ഇന്നത്തെ ജോലിയല്ല, കഴുങ്ങ് മുറിക്കണ പരിപാടിയിലാട്ടോ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ, മുക്കത്തക്കടവ് അയ്യപ്പ വിളക്കോടനുബന്ധിച്ച് അവിടെ ഒരു ഭജനമഠം ഉണ്ടല്ലോ. മുക്കത്തക്കടവ് അയ്യപ്പ സമിതിയുടെ ഒരു ഭജനമഠം കെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴുങ്ങ് മുറിക്കാൻ ഒന്ന് വരുമെന്ന് വെച്ചപ്പോഴേ ഓരെ കൂടെ കൂടിയിട്ട് കഴുങ്ങ് മുറിക്കാൻ നിന്ന് കൊടുക്കണം കേട്ടോ. നമുക്ക് മരമുറി വലിയ വശമൊന്നുമില്ല, എന്നാലും ഉള്ള ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ വെച്ചിട്ടേ തെങ്ങിൻ്റെ മുകളിലൊക്കെ കപ്പിയിട്ട് കഴുങ്ങനെ കയറിട്ടുകാണ്ട് കയറ് ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചിട്ട് അടിഭാഗം മുറിച്ചിട്ട് മെല്ലെ പുറത്തേക്ക് എടുക്കണ പണിയിലാട്ടോ. അപ്പോൾ സുഹൃത്തുക്കൾ ഒരു നാലഞ്ച് ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പുറത്തൊക്കെ ഇങ്ങനെ കയറ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ വരും അവർ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കഴുങ്ങ് മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് 3ാമത്തെ ഒരു കഴുങ്ങ് മുറിക്കുകയാണ്. ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാലേ, തൊട്ടപ്പുറത്തൊക്കെ ഇലക്ട്രിക് ലൈൻ ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ലൈൻമേലും തട്ടാൻ പറ്റില്ലല്ലോ. അത് തട്ടാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യണത്. ഈ പരിപാടി നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ചെയ്യാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. നല്ല നല്ല മരം മുറിക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടേ, നമ്മളെ അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അവരെല്ലാവരും നമുക്ക് ഇതിനെ ബന്ധപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള പരിപാടികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മരം കഴിഞ്ഞാലും താഴത്ത് എത്തിയപ്പം അതിൻ്റെ തൂമ്പ് വെട്ടി ഒഴിവാക്കാണ്. ഇനിയിപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു കഴുങ്ങുണ്ട്, അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ടാണ്. ആദ്യം ഇട്ട പുള്ളീൻ്റെ മുകളിലൊരു 3 കഴുങ്ങോളം നമ്മൾ മുറിച്ചിറക്കിയാണ്. ഇനിയിപ്പോൾ ഇത് വേറൊരു ഭാഗത്താണ് ഇപ്പോൾ കഴുങ്ങുള്ളത്. അപ്പോൾ അവിടെ ഇനിയിപ്പം തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടേ പുള്ളി സെറ്റ് ചെയ്യണം. അതാണ് കുറച്ച് റിസ്ക്. കാരണം അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കെട്ടല്ലേ, നമ്മൾ തേങ്ങ വലിക്കാൻ കയറിയിട്ട് കൊല കൊത്തി വേടെടുക്കണ മാതിരിയുള്ള പണിയുള്ളത്. മരം മുറി കുറച്ച് റിസ്ക്കാണ്, കുറച്ച് ബുദ്ധിയും കൂടിയും വേണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചാട്ടെ, വെള്ളം കുടിച്ചിട്ടാണ് കയറുന്നത്. എന്നുവെച്ചാലേ അത് കയറി ആ പുള്ളി ആകുമ്പോൾ പോയി സെറ്റ് ചെയ്ത് കഴുങ്ങിനെ കയറിട്ട് കഴുങ്ങിൻ്റെ കയറ് നേരെ കഴുങ്ങിൻ്റെ ടോപ്പിലേക്ക് പൊന്തിക്കും വേണം. എന്നിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം നമുക്ക് അടി മുറിച്ച് താത്താൻ. അപ്പോൾ എന്തായാലും ആ പണിയൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയൊക്കെ സെറ്റാക്കി കെട്ടുകയാണ് കേട്ടോ. ഇത് കെട്ടി ഇറങ്ങിയിട്ട് വേണം അടിഭാഗം മുറിക്കാൻ. അടിഭാഗം മുറിച്ചാൽ തള്ളിയിട്ടല്ലേ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലാണ് കഴുങ്ങെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീട്ടിലെന്തോ പൊട്ടി താഴ്ത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒച്ചയ്ക്ക് കിട്ടുന്നു. അത് പിന്നെ പോയി നോക്കാം. ഏകദേശം സംഗതി നമ്മൾ മുറിയൊക്കെ കഴിഞ്ഞിന്. ഇനിയിപ്പോൾ ആ മുകളിൽ കെട്ടിയിട്ട് ആ പുള്ളി താഴേക്ക് ഇറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പപ്പണി എടുക്കുകയാണ്. ഒരു മഴയായിട്ട് കയറിയിട്ട് വേഗം പോയിട്ട് ആ കയറിനെ കൊത്തിയാലേ വേഗം അതിൻ്റെ കപ്പി താഴേക്ക് വീണോളൂ. മറ്റ് അയച്ചെടുക്കൽ കുറച്ച് റിസ്ക്കാണ്, മുകളിൽ കയറി ഇരുന്നുകൊണ്ട് കുറേ നേരം പണിയെടുക്കാനായി. അപ്പോൾ അതിനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോഴേ വീണ്ടും ഞാനിങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ പറയട്ടോ. പിന്നെ ഈ മുറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല നല്ല മരമുറിക്കാരുണ്ടെങ്കിൽ നമ്മളോടൊരു ഇതൊക്കെ പറയട്ടോ. തെറ്റാണെങ്കിൽ തെറ്റെന്നൊക്കെ പറയാം. എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. നമ്മളത് മുറിക്കാനായിട്ട് പോകുന്ന ആളൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെ കൂടെ കൂടി കൊടുത്താണ് കേട്ടോ. എല്ലാവരും കൂടെ കൂടി ചെയ്താണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കയറുന്നത് കണ്ടോണ്ടേ ഒരു മുളിയും കൂടിയും വിളിച്ചതാണ്. അങ്ങനെ പോയതാണ് കേട്ടോ. എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ കപ്പിയൊക്കെ താഴേക്ക് ഇറക്കി ഇറങ്ങാണ്. അപ്പം എന്നാലേ വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.